ഹമാസ് കോൺട്രവേഴ്സിയിൽ പെട്ടപ്പോൾ എന്നോട് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞല്ലോ നിങ്ങൾ മലയാളി അല്ലാന്ന്. അപ്പം ഞാൻ പറഞ്ഞത് താങ്കളെക്കാട്ടും മലയാളി ഞാനാണ്. എനിക്ക് അവിടുന്ന് ആദ്യത്തെ ജോബ് ഓഫറും കിട്ടിയത് മൈക്രോസോഫ്റ്റിൽ നിന്നായിരുന്നു. $32,500. ആ 1986. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിച്ച് പറഞ്ഞു മൈക്രോസോഫ്റ്റ് ജോയിൻ ചെയ്യണ്ട, ഇന്റൽ ജോയിൻ ചെയ്യണം, എൻ്റെ കൂടെ വന്ന് പണിയെടുക്കും. എന്നെ അവർ പെൻറ്റിയം എന്ന് പറഞ്ഞ പുതിയ ചിപ്പിൻ്റെ CPU ആർക്കിടെക്റ്റ് ആക്കി. ഒരുപക്ഷെ ആദ്യത്തെ മൊബൈൽ കമ്പനി തന്നെ ആയിരുന്നിരിക്കും 100 BPL. അപ്പോൾ ഞാൻ തുടങ്ങിയത് പേജർ BPL കണക്ട് പ്ലസ് BPL മൊബൈൽ. അന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ കാണിച്ചു കൊടുക്കാൻ. എപ്പോഴും എൻ്റെ ഹിസ്റ്ററിയിൽ എല്ലാവരും എന്നെ അണ്ടർ റേറ്റ് ചെയ്യും, ഞാൻ എല്ലാവരും സർപ്രൈസ് ചെയ്യും. അതൊരു ഹിസ്റ്ററിയാണ്. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി വിശ്വപൗരൻ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. നമസ്കാരം ഷാജി. ഞാൻ അങ്ങോട്ടുള്ളൊരു അഭിമുഖം വളരെ കാത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒരു തിരക്ക് വന്നു. ഐ ആം എക്സ്ട്രീംലി സോറി. പക്ഷേ അങ്ങയെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പഴയ കഥകളിൽ തുടങ്ങാം. ശരി, ഓക്കെ. ഗുജറാത്തിലാണോ ജനിച്ചത്? അതെ, എൻ്റെ അച്ഛൻ ഒരു എയർഫോഴ്സ് ഓഫീസറായിരുന്നു. എൻ്റെ അമ്മേൻ്റെ ഫാമിലി ഈ കേരളയിൽ നിന്ന് കൊണ്ടയൂർ നാടാണ് ഞങ്ങളുടെ. കൊണ്ടയൂരിൽ നിന്ന് വിട്ട് പണ്ട് കാലത്ത് തന്നെ ഗുജറാത്ത് പോയിട്ടൊരു ജോബ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഒരുപാട് പേരൊന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഗ്രാൻഡ് ഫാദർ CV രാമൻ നായർ അവിടുത്തെ ഒരു കേരള സമാജമിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് മാറി. അപ്പോൾ ഈ എയർഫോഴ്സ് ഓഫീസേഴ്സിൻ്റെ ഫാമിലിയിൽ ആ സമയത്ത് അവർക്ക് പ്രസവിക്കുന്ന ടൈമും ഫാമിലി വരുന്ന ടൈമിലെല്ലാം അവർ വീട്ടിൽ പോയി. ഫാദർ അപ്പോഴും സെർവ് ചെയ്യുന്ന ഫ്രണ്ടിൽ. അപ്പോൾ അങ്ങനെയാണ് ഐ വാസ് ബോൺ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഞാൻ 2006 ആദ്യത്തെ ഇലക്ഷന് ഞാൻ റിട്ടേണിംഗ് ഓഫീസറിൽ ഫോം കൊടുക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടുന്നാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ലോങ് സ്റ്റോറിയാണ്. ബോൺ ഇൻ ഗുജറാത്ത്, ആണ് മലയാളി, 12 years ഓഫ് സ്കൂളിങ് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഹാർട്ടിൽ മലയാളിയാണ്, ബട്ട് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. അതാണ് ഞാൻ 2006 പറഞ്ഞത്. പിന്നെ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്ത് കാസ്റ്റാണ്. അത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എൻ്റെ കാസ്റ്റ് എന്താണ്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അല്ല, യു ആർ നോട്ട് ഓൺലി എ മലയാളി ബട്ട് യു ആർ എ നായർ. ബിക്കോസ് ഈ എയർഫോഴ്സ് ഫാമിലീസ് എല്ലാം ഞങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു മെയിൻ ഐഡൻറ്റിറ്റി ഇന്ത്യൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നായരാണോ മലയാളിയാണോ കന്നഡികയാണോ ആ ഒരു ഫീലിംഗ് എയർഫോഴ്സിൽ ഡിഫൻസ് ഫാമിലീസിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈമറി ഐഡൻറ്റിറ്റി വാസ് ഇന്ത്യൻ, ബട്ട് ചോദിച്ച മാതിരി ബോൺ ഇൻ ഗുജറാത്ത്. ഞാനത് ചോദിക്കാൻ കാര്യം ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷനുണ്ട്. ഒന്നാമത് കന്നഡ മലയാളി എന്ന ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കർണാടക സെറ്റിലായത് പിന്നീട് അത് എന്നത്തേക്ക് കർണാടകയിലേക്ക് ബാംഗ്ലൂർ ആവുന്നത്? അല്ല, ഞാൻ ബാംഗ്ലൂർ ആദ്യം പോയത് ഫാദർ അവിടെ ട്രാൻസ്ഫർ ആയിട്ട് അവിടെ എയർഫോഴ്സിൽ ട്രാൻസ്ഫർ ആയിട്ട് അവിടെ ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ യലാങ്ക എന്ന് പറഞ്ഞൊരു വലിയൊരു ബേസ് ഉണ്ട് ബാംഗ്ലൂർ തൊട്ട് പുറത്ത്. അവിടെയാണ് ഞാൻ 5th 6th സ്റ്റാൻഡേർഡ് പഠിച്ചത്. എന്നിട്ട് അവിടുന്ന് ഞാൻ പിന്നെ വേറെ സ്ഥലത്തെല്ലാം പോയി, ഫാദർ പോകുമ്പോൾ അങ്ങ് പോയി. എന്നിട്ട് മടങ്ങിപ്പോയത് ബാംഗ്ലൂരിൽ ഞാൻ കർണാടകയിൽ എൻ്റെ എൻജിനീയറിങ്ങിൽ പോയതാണ്, മണിപ്പാലിൽ പഠിക്കാൻ പോയി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പുറത്ത് പോയി US പോയി മടങ്ങി വന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫാമിലി സെറ്റിലായിരുന്നു ബാംഗ്ലൂർ. അത് TPG നമ്പ്യാറും ആ ഫാമിലി. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ സെറ്റിലാക്കി എൻ്റെ ബേസ് ആയത്. അത് 1991 1992. അപ്പോൾ 34 years ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അങ്ങനെയാണ് എല്ലാവരും. ബട്ട് അത് അപ്പോൾ ബാംഗ്ലൂർക്കാർക്ക് ഞാൻ ബാംഗ്ലൂരിയനാണ്, ബിക്കോസ് അവിടെ ഞാൻ കുറേ പണി ചെയ്തിട്ടുണ്ട്. ശരിക്ക് ഒരു ഫാക്ച്വലി നോക്കുകയാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, ഞാൻ മലയാളിയാണ്. എൻ്റെ ഉണ്ണിയാട്ടിൽ കൊണ്ടയൂരാണ് എൻ്റെ തറവാട്. കുടുംബക്കാരൊക്കെ ഉണ്ട് എപ്പോഴും അവിടെ? ഉണ്ട്. പട്ടാമ്പി എന്ന് പറഞ്ഞ അടുത്ത് കൊണ്ടയൂർ അടുത്ത് ഒരു പട്ടാമ്പി ഉണ്ട്. പട്ടാമ്പി അറിയാലോ? പിന്നെ ദേശമംഗലം അടുത്താണല്ലേ? ദേശമംഗലം കൊണ്ടയൂർ, അത് ഭാരതപ്പുഴൻ്റെ തൊട്ട്
ഒരു ചെറിയൊരു ഗ്രാമം, നല്ലൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെയാണ് ശരിക്ക് ശ്രീനികേതൻ എന്ന് പറഞ്ഞൊരു വീടാണ്. ഓക്കെ. ഇപ്പോഴും ബന്ധുക്കളൊക്കെ ഉണ്ട്? ഉണ്ട്, ഓഫ് കോഴ്സ്. അവിടെ പോയാൽ കാണാനാണ്. അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ആ ഹമാസ് കോൺട്രവേഴ്സിയിൽ പെട്ടപ്പോൾ എന്നോട് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞല്ലോ നിങ്ങൾ മലയാളി അല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ താങ്കളെക്കാട്ടും മലയാളി ഞാനാണ്. അപ്പോൾ എൻ്റെ മലയാളിയുടെ സ്ട്രിപ്പ് ചെയ്യാൻ ആർക്കും ഞാൻ അങ്ങനെ പെർമിഷൻ കൊടുക്കാൻ പോകുന്നുമില്ല. ഈ മണിപ്പാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അമേരിക്കയ്ക്ക് പോയോ? ഇല്ല, മണിപ്പാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഡൽഹിയിലൊരു സോഫ്റ്റ്വെയർ കമ്പനി, അന്ന് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടായിരുന്നു, സോഫ്റ്റ് ടെക് എന്ന് പറഞ്ഞിട്ട്. സ്വന്തമായിട്ടുണ്ടായിരുന്നു? അല്ല, ഒരു കമ്പനി ആയിരുന്നു, ചെറിയൊരു. അന്ന് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മേഖല ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ കമ്പനിയിൽ ഞാനൊരു 6-8 മാസം പണിയെടുത്തു. എന്നിട്ട് ഇത് എന്താ പറയുക, ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു പാഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഡിസയർ വന്ന് പുറത്തു പോകണമെന്ന്, പുറത്ത് പോയി സത്യം പറഞ്ഞാൽ അന്ന് കമ്പ്യൂട്ടർ വളരെ ഭയത്തോടെ ആളുകൾ കാണുന്നു. അതെ. എനിക്കൊരു പെട്ടെന്ന് ആ ഒരു 84, 85, 86 ടൈം ഫ്രെയിമിൽ 84 പെട്ടെന്ന് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ്, ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർ, സഡൻലി ഒരു കമ്പ്യൂട്ടർ ഫാനായിട്ട് ഞാനൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു ട്രാൻസിഷൻ. വാസ്തവത്തിൽ ഇലക്ട്രിക് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അന്ന് കമ്പ്യൂട്ടർ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എൻ്റെ ഫൈനൽ ഇയറിൽ ഒരു കമ്പ്യൂട്ടർ അവർ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ. അതൊരു DCM Spectrum 7 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ആയിരുന്നു അന്നെല്ലാം ഭയങ്കര മോഡേൺ. ഒരു വലിയ റൂമിൽ ഒരു കമ്പ്യൂട്ടർ, എയർ കണ്ടീഷണർ, അത് ഉപയോഗിക്കാൻ ഒരു രജിസ്റ്റർ, അതിൽ 10 മിനിറ്റ് ആയിട്ട് എല്ലാവർക്കും ടൈം കിട്ടും ഉപയോഗിക്കാൻ. അതിൻ്റെ എക്സ്പീരിയൻസ് ഇൻ ലോട്ട് ഓഫ് വേസ് ട്രാൻസ്ഫോം മീ. എന്നിട്ട് ഒരു പാഷനറ്റ്, ആ കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ പ്രോഗ്രാമിലും ഭയങ്കര ഒരു പാഷനറ്റ് ഒരു രുചി വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്ന് പുറത്ത് പോയി പഠിക്കണം. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഷിക്കാഗോയിൽ പോയി. അത് സെലക്ട് ചെയ്തത് അവിടുത്തെ ഏറ്റവും മെച്ചപ്പെട്ട നല്ല കോളേജ്. അവിടെ തുടങ്ങി കാണും കോഴ്സുകൾ. അതെ, അവിടെ ഞാൻ മാസ്റ്റർ ഓഫ് സയൻസ് കമ്പ്യൂട്ടർ സയൻസിൽ ചെയ്തു. അന്ന് ഈ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും പ്രശ്നമല്ല, കാരണം പുതിയ ഒരു മേഖല. പിന്നെ എനിക്കൊരു 6-8 മാസമായിട്ട് ഒരു ഡീപ്പ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ പോയപ്പോൾ കുട്ടികൾ പറയുന്നത് ഡിഗ്രി ഒന്ന്, ബട്ട് എക്സ്പീരിയൻസ് ആൻഡ് സ്കില്ലിംഗ് ആണ് ഇന്നത്തെ ഒരു മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെ. അപ്പോൾ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഡൽഹിയിലെ കമ്പനി. ആ ഒരു 6-8 മാസത്തിന്റെ എക്സ്പീരിയൻസും എൻ്റെ കമ്പനി വലുതായോ പിന്നീട്? ഇല്ല, അത് വലുതായില്ല. അത് ഒരു കുറച്ച് ഐ തിങ്ക് ഇറ്റ് ബെന്റ് ഓഫ് കുറച്ചൊരു ഇറലവൻസിൽ ഒരു പക്ഷേങ്കിൽ മൈക്രോസോഫ്റ്റായി മാറേണ്ടതായിരുന്നു. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റിനെ കോപ്പി ചെയ്ത സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. ഓക്കെ. സോഫ്റ്റ് ടെക് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ ഷിക്കാഗോയിൽ പോയി. ഷിക്കാഗോന്ന് അത് വളരെ ഒരു ട്രാൻസ്ഫോർമേഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ്, ആ പഠനം ഇത്രയും ഇഷ്ടപ്പെട്ടു പോയി കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുമ്പോൾ അതൊരു ഫീൽ എന്തായിരുന്നു ഇപ്പോൾ? അത് ഒരു എന്താ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഫീലിംഗ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻഡിപെൻഡൻസും ഒരു എക്സ്പ്ലോർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയും അവിടുത്തെ അറിയാലോ, അന്നെല്ലാം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര റിജിഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു. ഇത് പഠിക്കൂ, ഒരു 10 സബ്ജക്റ്റ് പഠിക്കൂ, അത് 10 സബ്ജക്റ്റ് പഠിച്ച് അതിൽ മാർക്സ് കിട്ടിയാൽ ഡിഗ്രി കിട്ടും. അത് കുറച്ചെല്ലാം നമ്മളിപ്പോൾ റിഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് അന്നെല്ലാം US എഡ്യൂക്കേഷൻ മോഡലായിരുന്നു ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ മോഡൽ. അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ലാബിൽ പോയിട്ട് കമ്പ്യൂട്ടറിന് മുകളിൽ ഇരുന്ന് അവേഴ്സ് ഓൺ അവേഴ്സ്, അങ്ങനെ കപ്പാസിറ്റിയിൽ ഒരു രജിസ്റ്ററിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒരു ലൈന് നിൽക്കുന്ന ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര ട്രാൻസ്ഫോർമേഷണൽ എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് എന്നെ ശരിക്ക് കേപ്പബിൾ ടെക്നോളജിസ്റ്റ് ആക്കാൻ ഒരു പീരീഡ് ഉണ്ടെങ്കിൽ ആ 1.5 കൊല്ലമായിരുന്നു. 1 കൊല്ലം 3 മാസം. ഇന്ത്യക്കാരോ ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അവിടുന്ന് ആദ്യത്തെ ജോബ് ഓഫറും കിട്ടിയത് മൈക്രോസോഫ്റ്റിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു മൈക്രോസോഫ്റ്റ്, ഞാൻ അല്ലല്ല, ആദ്യത്തെ ജോബ് ഓഫർ എനിക്ക് മൈക്രോസോഫ്റ്റിൽ നിന്നാണ്. ഞാൻ ബിൽ ഗേറ്റ്സിനോട് ഇന്ന് റീസെൻ്റ്ലി വന്ന് എന്നോട് മീറ്റ് ചെയ്തപ്പോൾ, മിനിസ്റ്ററായി മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആ ജോബ് ഓഫർ ലെറ്റർ ഇപ്പോഴും ഉണ്ട്. $32,500. ഓക്കെ. 1986. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഇറ്റ് ഇസ് സൈൻഡ് ബൈ ഒരു ലേഡി ബെത്ത് ഡേവിസ്, അവരുടെ HR. ഷീ ബിക്കം എ വെരി സീനിയർ പേഴ്സൺ. എന്നിട്ട് അത് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു 2 ദിവസം മുമ്പേ
ഒരു വിൻ ധാം എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ഇൻറ്റൽ ഒരു ഭയങ്കര ലെജൻഡ് പേരാണ്, ഇന്ത്യനാണ് അദ്ദേഹം. ഇൻറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ഏറ്റവും വലിയ ഇന്ത്യനായിരുന്നു. അദ്ദേഹം എന്നെ പറ്റി കേട്ടത് ത്രൂ ഒരു എയർഫോഴ്സ് ഓഫീസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബ്രദർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഹോളിഡേയിൽ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്മാർട്ട് കുട്ടിയുണ്ട്, ബോയ് ഉണ്ട്, ഹീ ഈസ് ജോയിനിങ് മൈക്രോസോഫ്റ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിച്ച് പറഞ്ഞു മൈക്രോസോഫ്റ്റ് ജോയിൻ ചെയ്യണ്ട, ഇൻറ്റൽ ജോയിൻ ചെയ്യണം, എൻ്റെ കൂടെ വന്ന് പണിയെടുക്കൂ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇൻറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കമ്പനിയാണ്, ഹാർഡ്വെയർ കമ്പനിയാണ്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എന്നെ 3 ദിവസം റിപ്പീറ്റഡ്ലി ഫോൺ കോൾ ചെയ്ത് എന്നിട്ട് ഒരു ടിക്കറ്റ് അങ്ങ് അയച്ചു, വന്ന് ഞങ്ങളെ കാണും, എന്നിട്ട് ഡിസൈഡ്. അപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റിന് കുറച്ച് ജോയിനിങ് ഡേറ്റിന് ഒരു 15 ദിവസം ഡിലേ ഒരു എക്സ്ക്യൂസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് ഇൻറ്റൽ കാണാൻ പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് ഇതാണ് ഹോം. അല്ല, അപ്പോഴൊരു കുഴപ്പമുണ്ടല്ലോ, ഇത് സോഫ്റ്റ്വെയറിലാണല്ലോ പരിചയം. അതെ അതെ. അപ്പോൾ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, ചിപ്പ് ഡിസൈനോ ഹാർഡ്വെയറിലോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഫേറ്റാണ്. ഇൻറ്റൽ ഒരു ഹാർഡ്വെയർ കമ്പനിയായിരുന്നു. അവർക്ക് ഒരു ദേ വർ ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ സോഫ്റ്റ്വെയർ പീപ്പിൾ ഹൂ ക്യാൻ അഡ്ജസ്റ്റ് ഹാർഡ്വെയർ. അങ്ങനെ അവർക്കൊരു ഡിമാൻഡ് ഉണ്ട്. ആ സ്കില്ലിൽ നമുക്കൊരു കേവലം ഹാർഡ്വെയർസിനെ അതെ, ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു അവർക്ക്. 2-3 നല്ലൊരു സ്മാർട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് നമുക്ക് കൊണ്ടുവരണം. ആ ഇതിലാണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. ഞാൻ അവിടെ പോയി. ഇപ്പോൾ ഇന്നത്തെ ഇൻറ്റൽ CEO പാറ്റ് ഗെൽസിംഗർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഭയങ്കര ഒരു വെരി ഫേമസ് മാൻ. അവിടെ പോയപ്പോൾ അദ്ദേഹമാണ് എന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തത്. ഈ വാസ് ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഒരു മാനേജറായിരുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആൻഡി ഗ്രോവ് എന്ന് പറഞ്ഞ ഭയങ്കര ലെജൻഡറി പേരാണ് സെമി കണ്ടക്ടറിൻ്റെ ഫീൽഡിൽ, ഒരു ഇൻറ്റലിൻ്റെ ഒരു ഫൗണ്ടിങ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഭയങ്കര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ബട്ട് ആ ഇൻ്റർവ്യൂ 2 ദിവസത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതൊരു വേറെ കമ്പനിയാണ്, ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. സോ അതാണ് എൻ്റെ. എത്ര കാലം അവിടെ വർക്ക് ചെയ്തു? അവിടെ ഒരു 6 കൊല്ലം. 6 കൊല്ലം. എന്ത് പൊസിഷനിലായിരുന്നു അവിടെ? ഞാൻ തുടങ്ങിയത് ഒരു സീനിയർ ഡിസൈൻ എഞ്ചിനീയർ, പിന്നെ വേഗം സീനിയർ ഡിസൈൻ എഞ്ചിനീയറായി. അത് ആദ്യത്തെ ചിപ്പ് 80486 എന്ന് പറയും, 486. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് അത് ലോഞ്ച് കഴിഞ്ഞ് ഉടനെ എന്നെ അവർ ഈ പെൻറ്റിയം എന്ന് പറഞ്ഞ പുതിയ ചിപ്പിൻ്റെ CPU ആർക്കിടെക്റ്റ് ആക്കി. അപ്പോൾ അത് ഇതിനൊന്നും വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, എല്ലാം തന്നെ പഠിച്ചു. എല്ലാം പഠിച്ച് ലേൺ ചെയ്ത്. ബട്ട് അതൊരു ഈ വർക്ക് എൻവയറമെൻറ്റും ഒരു ലേണിംഗ് എൻവയറമെൻറ്റ്. പിന്നെ എല്ലാം ഒന്നാണല്ലോ ബേസിക്. അതെ അതെ അതെ. അപ്പോൾ അത് ചെയ്തു. എന്നിട്ട് CPU പെൻറ്റിയം ഒരു ഭയങ്കര ലാൻഡ് മാർക്ക് ചിപ്പായിരുന്നു. ആദ്യത്തെ ചിപ്പായിരുന്നു. 1.2 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ്. ഇന്ന് നോക്കുമ്പോൾ ഒരു ചിപ്പിൽ 10 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സാണ്. അന്ന് 1.2 മില്യൺ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സാധനമായിരുന്നു, ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ചെറിയ ടീമായിരുന്നു. ഇൻറ്റൽ ഒരു നല്ല ചെറിയ കമ്പനിയായിരുന്നു, ഒരു മീഡിയം സൈസ് കമ്പനിയായിരുന്നു, ഭയങ്കര കട്ടിങ് എജിലായിരുന്നു. അപ്പോൾ ആ ഇൻറ്റലിൻ്റെ ടൈമിലാണ് ഞാൻ ഇവരെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. കാഫറ്റേരിയയിൽ സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, അവിടെ ഒരു ഇഗാലിറ്റേറിയൻ ടൈപ്പ് ഓഫ് സൊസൈറ്റി ആയിരുന്നു. അങ്ങനെ ഒരു ഞാൻ സീനിയർ ആണോ നിങ്ങൾ ജൂനിയർ ആണോ, എല്ലാവരും ഒരു ഓപ്പൺ ക്യൂബിക്കിളിൽ പണിയെടുക്കുന്നു. അവിടെ സാൻ ഫ്രാൻസിസ്കോ ഇല്ല. അതെ, ഇത് സാൻ ഫ്രാൻസിസ്കോ സാന്റാ ക്ലാര എന്ന് പറയും. അത് സാൻ ഫ്രാൻസിസ്കോ കുറച്ചൊരു 1 മണിക്കൂർ. ബട്ട് അവിടെയാണ് ഈ വാല്യൂസ് ഓഫ് മെറിറ്റോക്രസി. അവിടെ അങ്ങനെ വലിപ്പച്ചെറുപ്പമില്ല ഇല്ല. അവിടെ ഏറ്റവും വലിയ ആള് ഏറ്റവും ഇന്റലിജന്റ് ആള്, അങ്ങനെ വൈസ് വേഴ്സ. ഏറ്റവും ഇന്റലിജന്റ് ആളാണ് പൊസിഷൻ അല്ല. സോ അതാണ് ആ ഒരു മെറിറ്റോക്രസിന്ന് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ 1991 ഇന്ത്യയിലേക്ക് ശരിക്കും ഒരു ബ്രേക്കിന് വന്നതാണ്, കല്യാണം കഴിക്കാൻ വന്നതാണ്. അപ്പം അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. ഞാനത് കല്യാണം കഴിക്കാൻ വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ ഒരു മാറ്റർ ഓഫ് കർട്ടിസി എന്നോട് പറഞ്ഞു, നമുക്ക് ഡൽഹി പോയിട്ട് രാജേഷ് പൈലറ്റിനെ കാണാം. അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു എയർഫോഴ്സിൽ, രാജേഷ് പൈലറ്റ്. അപ്പോൾ രാജേഷ് പൈലറ്റ് ഇത് ഫേറ്റ് നോക്കൂ, രാജേഷ് പൈലറ്റ് ആയിരുന്നു അന്ന് ടെലികോം മിനിസ്റ്റർ. അപ്പോൾ ഞാനിങ്ങനെ പോയി അദ്ദേഹം വീടിൻ്റെ പുറത്ത്, ഡൽഹിയിൽ ഈ ബംഗ്ലാവ് അറിയില്ലേ, വലിയ ലോണിൽ അദ്ദേഹം ഇങ്ങനെ ലോണിരുന്ന്, വിൻ്റർ മാസമായിരുന്നു, വെയിലിൻ്റെ ചൂടുകൊണ്ട് സിറ്റിംഗ് ദയർ. എന്നിട്ട് എന്നോട് പറഞ്ഞു,
നിങ്ങൾ എന്തിനാ ഈ യു എസിലെല്ലാം ഇരിക്കുന്നത്, ഞങ്ങൾ നോക്കൂ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് എന്ന്, ടെലികോം ചെയ്യുന്നത്. അവരൊരു ചാലഞ്ചായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഐ എം ഗോയിങ് ബാക്ക് ടു അമേരിക്ക. എന്നിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂർ, എൻ്റെ കല്യാണത്തിൻ്റെ ഇതിന് അവിടെ ഗുരുവായൂർ കല്യാണം ഫിക്സായി. കല്യാണം ഫിക്സായി ഗുരുവായൂർ പോയിരുന്നു. നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ആളാണോ? ഞാൻ എൻ്റെ വൈഫിനെ യു എസിൽ മീറ്റ് ചെയ്തതാണ്, ബോസ്റ്റണിൽ മീറ്റ് ചെയ്തു. ഷി വാസ് സ്റ്റഡിങ് MBA. അങ്ങനെ മീറ്റ് ചെയ്തു. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് എൻ്റെ എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടിയായിരുന്നു. നമുക്ക് ഗ്രീൻ കാർഡ് റെസിഡൻ്റ് ആയിരുന്നു. ആ ഗ്രീൻ കാർഡിൻ്റെ റിന്യൂവലിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഞാൻ ഗുരുവായൂർ, ഇപ്പോഴും അതിൻ്റെ ആ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഗോകുൽ ഇന്ന് അതിൻ്റെ ഒരു പേരുണ്ട്. അവിടുന്ന് ഞാൻ എംബസീനെ വിളിക്കാൻ ട്രൈ ചെയ്തു. മഴക്കാലമായിരുന്നു, ഒരു ഏപ്രിൽ മെയ്ൻ്റെ ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ അവിടെ ആ റിസപ്ഷനിൽ പോയിട്ട്, അന്നെല്ലാം ഒരു ട്രങ്ക് കോളാണ്. അതെ, ഞാൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രങ്ക് കോൾ ഭയങ്കര അർജൻറ്റാണ്, എനിക്ക് ട്രങ്ക് കോൾ വേണം, എംബസിയിൽ ഒരു ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യണം, ആ ഡേറ്റ് ചേഞ്ച് ചെയ്യണം. അവർ പറഞ്ഞു അതൊരു 4-5 മണിക്കൂർ എടുക്കുന്നു. അപ്പോൾ ഞാൻ അർജൻറ്റ് ട്രങ്ക് കോൾ എന്ന് പറഞ്ഞാൽ വേറെ സാധനം ഉണ്ടായിരുന്നു, അതൊരു ഇരട്ടി വില എടുത്തത് അർജൻറ്റ് ഫോൺ ട്രങ്ക് കോൾ. അല്ല അതൊരു 2 മണിക്കൂർ എടുക്കുന്നു. അല്ല ലൈറ്റ്നിങ് ട്രങ്ക് കോൾ ചെയ്താൽ 8 ടൈംസ് അതിൻ്റെ പ്രൈസ്. അത് ഞാൻ പെട്ടെന്ന് ട്രൈ ചെയ്യാം. ശരി, അതും ചെയ്തു. കോൾ അടിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇവിടുന്ന് ഭയങ്കര ഷൗട്ട് ചെയ്യുക ഈ റിസപ്ഷനിൽ, ഡേറ്റ്. അവിടുന്ന് ആരെന്തോ പറയുന്നുണ്ട് എംബസിയിൽ നിന്ന്, ആർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങ് ഫോൺ വിട്ടു. അപ്പോൾ ഒരു എപ്പിഫണി, ഇംഗ്ലീഷിലൊരു വേർഡുണ്ട് എപ്പിഫണി. ആ രാജേഷ് പൈലറ്റ് പറഞ്ഞ് ആ ടെലികോം ഓപ്പണിംഗ് അപ്പിൻ്റെ എൻ്റെ മൈൻഡിലൊക്കെ ക്രോസായി. ഇത് ട്രൂത്ത് സ്റ്റോറിയാണ്. മാറ്റം ഞാൻ പറഞ്ഞു അത് ശരിയാണ്, ഇന്ത്യയിൽ ടെലികോം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. ഇത് നടക്കാൻ പോകുന്ന സാധനമല്ല. ഞാനിപ്പോൾ അമേരിക്കയിൽ പോയി അവിടെ ടെലികോമിലൊരു നോർമൽ ലൈഫ് എക്സ്പീരിയൻസായി. ഇവിടെ ഒരു ടെലികോം കണക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ഔട്ട് ഓഫ് ബോഡി, ഔട്ട് ഓഫ് മൈൻഡ്, ഒരു റിലീജിയസ് എക്സ്പീരിയൻസ് മാതിരി ആണ്. ഒരു ഭഗവാനെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ട്രങ്ക് കോൾ ചെയ്യുന്നത്. അത് കിട്ടണേ ഭഗവാനെ, അത് കിട്ടില്ലെങ്കിൽ ഭഗവാനെ പോയിട്ട് ഗുരുവായൂർ പോയി. സോ അതെല്ലാം വിചാരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ 2 കൊല്ലം ലീവ് ഓഫ് ആബ്സെൻസ് എടുത്തിട്ട് ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് BPL മൊബൈൽ. അപ്പം ഫാദർ ഇൻ ലോയ്ക്ക് BPL എന്ന് തുടങ്ങിയതായിരുന്നു. ഫാദർ ഇൻ ലോന്റെ കമ്പനി BPL ലിമിറ്റഡ് ആയിരുന്നു. അതായത് അവര് കളർ TV, റെഫ്രിജറേറ്റേഴ്സ് എല്ലാം. ഈ ടെക്നോളജി അല്ല, ഇത് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. 95-96 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മൊബൈൽ ഫോൺ അല്ലായിരുന്നു, പേജർ ആദ്യം തുടങ്ങുന്നല്ലേ? അല്ല, ഞങ്ങൾ തുടങ്ങിയത് ലോഞ്ച് ചെയ്തിട്ട് സർവീസ് ലോഞ്ച് ചെയ്തത് BPL പേജിങ്, BPL കണക്ട് എന്ന് പറഞ്ഞ സാധനം. BPL കണക്ട് അത് ഇവിടെ തുടങ്ങിയത് തിരുവനന്തപുരത്ത്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അന്നെല്ലാം മൊബൈൽ ആയോ? ഇല്ല. അമേരിക്കയിലും ഇല്ല. അല്ലല്ല, അമേരിക്കയിലുണ്ട്. 95, 96, 97 ഇതെല്ലാം വേൾഡ് വൈഡ് അല്ല തുടങ്ങിയത്. ശരിക്കും പറയുകയാണെങ്കിൽ US ഒരു 1991 അപ്പം ഭയങ്കര വില പിടിച്ച് വലിയ ഫോണും ഒരു ടെക്നോളജീൻ്റെ ദുനിയാവിൽ അതിൽ പറയാം അനലോഗ് സർവീസ് ആയിരുന്നു. ഈ ഡിജിറ്റൽ സർവീസ് എന്ന് പറയുന്ന സാധനം 94-95 വന്നത് വേൾഡ് വൈഡ്. ഇന്ത്യയിൽ അത് വന്നത് 96-97. പേജർ കോമൺ ആയിരുന്നു. പേജർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ സാം പിട്രോഡ ഫേമസ്ലി, എനിക്ക് ഓർമ്മയുണ്ട് 92-93 ഈ സെല്ലുലറിന് ടെൻഡർ വന്നപ്പോൾ, സാം പിട്രോഡ ആണല്ലോ ഭയങ്കര ഇന്റലക്ച്വൽ, അവർ കോൺഗ്രസിൻ്റെ, അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സെല്ലുലർ നടക്കില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഭയങ്കര എഡിറ്റ്, ഇന്ത്യ ഡസ് നോട്ട് നീഡ് സെല്ലുലർ ഫോൺസ്, ഇന്ത്യ നീഡ്സ് PCOs. ഇതാണ് 92 അദ്ദേഹത്തിൻ്റെ വിഷൻ. അപ്പോൾ എനിവേ ഞാൻ ഈ പേജർ എത്ര കാലം നിർത്തി? പേജർ ഒരു 3 കാലം നടന്നു. അത് ലാഭത്തിലൊന്നും ആക്കാൻ പറ്റില്ല. ഇല്ല. അപ്പോഴേക്കും സെല്ലുലർ വന്നു, ഡിജിറ്റൽ വന്നു. അതാണ് അതിൻ്റെ SMS സർവീസ് പേജറിന്റെ ഫംഗ്ഷനാലിറ്റി ഇറലവൻ്റ് ആക്കി. അപ്പോൾ ഞാൻ തുടങ്ങിയത് പേജർ BPL കണക്ട് പ്ലസ് BPL മൊബൈൽ. അതിൻ്റെ തിങ്കിങ് ഇതായിരുന്നു, മൊബൈലായിരിക്കും ഭയങ്കര എക്സ്പെൻസീവ്, പേജർ ആയിരിക്കും ഇൻഎക്സ്പെൻസീവ്. ബട്ട് മൊബൈൽ തുടങ്ങി കഴിഞ്ഞ് ഒരു 2 കൊല്ലത്തിൽ അതിന്റെ പ്രൈസസ് അങ്ങ് ഡ്രോപ്പ് ആയി. അപ്പൊ ഇതങ്ങ് ഇറലവൻ്റ് ആയി. ഒരുപക്ഷെ ആദ്യത്തെ മൊബൈൽ കമ്പനി തന്നെ ആയിരുന്നു BPL മൊബൈൽ. ആദ്യത്തെ മുംബൈയിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ തിരുവനന്തപുരത്ത്, പിന്നെ കോയമ്പത്തൂർ, പിന്നെ പുതുച്ചേരി, പിന്നെ ഗോവ. അത് കഴിഞ്ഞ ഡൽഹിയിലൊക്കെ വരും, പിന്നെ പുणे. അത് കഴിഞ്ഞ് ഡൽഹി. അപ്പോഴത്തേക്കും മറ്റുള്ളവർ വരാൻ. അതെ കറക്റ്റ്.
ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മേഖലയിൽ അങ്ങ് പിന്നെ എന്താ അത്? അല്ല, അത് നടന്നു. പിന്നെ 91 92 ഞങ്ങൾക്ക് ആ ലൈസൻസ് ഇതെല്ലാം കിട്ടി. എനിക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഞാനൊരു നൈവ് ആളാണല്ലോ. ഇപ്പോൾ യു എസ് നിന്ന് വന്നു, ഈ വലിയ കളി ഡൽഹിയിൽ പോളിറ്റിക്സ് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഈ സെല്ലുലർ ബിഡിങ്ങിൽ, ഒരു ഫോറിൻ പാർട്ട്ണർ ആവശ്യമുണ്ടാകും. അതൊരു നോർമൽ കണ്ടീഷൻ. അപ്പോൾ അപ്പോൾ ഒരു 4-5 ഫോറിൻ കമ്പനീസ് ഡൽഹി വന്നിട്ട് എല്ലാവരും ഇൻ്റർവ്യൂ ആയിരുന്നു. അവരൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന മാതിരി, നിങ്ങളെന്താണ്, നിങ്ങളാരാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ കമ്പനീൻ്റെ പേര് അമേരിക്കൻ ബെൽ സൗത്ത്. അയാളുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മൈക്കൽ ചൗ, ഹോങ്കോങ് എന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോട്, ഹൗ മെനി MPs ഡു യു ഓൺ? ഓക്കെ, ഇത് ട്രൂ സ്റ്റോറിയാണ്. ഓക്കെ. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് ഓൺ എനി MP. എൻ്റെ ബാംഗ്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാനൊരു MP അറിയാം, അനന്ത് കുമാർജി ഉണ്ട്. അങ്ങനെ ഓണർഷിപ്പൊന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഇവിടെ ഡൽഹിയിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് MPs ഓൺ ചെയ്യണം. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഞങ്ങൾ കൂടെ വേണമെങ്കിൽ യു ഹാവ് ടു ടെൽ മീ ഹൗ മെനി MPs വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്കൊന്നും അറിയില്ല. അല്ല, നിങ്ങളെ മുമ്പ് ഒരു കമ്പനി പോയി, അവർ പറഞ്ഞു 50-52 MPs അവർ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു, അപ്പോൾ നരസിംഹറാവ് ഗവൺമെൻറ്റാണ്, മൈനോറിറ്റീൻ്റെ ഗവൺമെൻറ്റാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹീ ഷുഡ് ബി പ്രൈം മിനിസ്റ്റർ. ഇത് സത്യം നടന്ന സാധനം ഞാൻ പറഞ്ഞു. ഞാൻ വിട്ടുപോയി. അന്ന് ആ കാലത്ത് DOT, എൻ്റെ ഫേറ്റ്, ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഗുഡ് ലക്കിൻ്റെ ഒരു പ്രോവിഡൻസ് മാതിരിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൽ 2 മലയാളി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു സീനിയർ പൊസിഷനിൽ. ഒരു BR നായർ ആൻഡ് ഒരു SKN നായർ. ഒരു ഹൈ ഇൻറ്റഗ്രിറ്റി, വെരി വെരി റെസ്പെക്റ്റഡ് പീപ്പിൾ. അവർ ഞാനിങ്ങനെ ഓടിച്ചാടി എല്ലാവരും പാർട്ട്ണർഷിപ്പ്, ഞാൻ അമേരിക്ക റിട്ടേൺഡാണ്, ഞാൻ ടെക്നോളജിസ്റ്റാണ്, തേങ്ങാമാങ്ങെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇമ്പ്രസ് ചെയ്യാമെന്ന് അവർ കണ്ടു. എന്നിട്ട് ഒരു ദിവസം ഈ SKN നായർ എന്നെ വിളിച്ചു, ഹാവ് യു ഗോട്ട് എ പാർട്ട്ണർ യെറ്റ്? ഞാൻ പറഞ്ഞു, ഇല്ല സർ, ഐ ഹവ് നോട്ട് ഗോട്ട് വൺ പാർട്ട്ണർ യെറ്റ്. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കൊരു ലക്കുണ്ട്, ഒരു കമ്പനി വന്നിട്ടുണ്ട്, അവരുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ഫെയിലായി, അവരൊരു പാർട്ട്ണർഷിപ്പ് നോക്കുന്നു, ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്തോളൂ. ആ പാർട്ട്ണർ ഫ്രാൻസ് ടെലികോം ആയിരുന്നു. അവരാണ് എൻ്റെ പാർട്ട്ണർ. അവർക്ക് MBA വേണ്ട, ഒന്നും വേണ്ട, ബിസിനസ് മതി. ഒരു ബിസിനസ് മതി. അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഈ അന്നത്തെ വല്ലാത്തൊരു ലൈസൻസ് രാജില്ലേ? പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഞങ്ങൾക്ക് ടെൻഡറിൽ ലൈസൻസ് കിട്ടിയിട്ടും അത് കോർട്ടിൽ പോയി 2 കൊല്ലം 3 കൊല്ലം, 91 to 94. ഇപ്പോൾ റീസെൻ്റ്ലി അന്തരിച്ച ഫലി നരിമാൻ ഉണ്ടല്ലോ, അദ്ദേഹമായിരുന്നു എൻ്റെ ലോയർ. ഞാൻ കോൾഡ് കോളായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി. ഞാൻ പറഞ്ഞു, നോക്കൂ, എന്നെ ഇങ്ങനെ അവർ പുഷ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അദ്ദേഹം കേസെടുത്തു ആൻഡ് ഹി ഫോട്ട്. എന്നിട്ട് എൻ്റെ അദ്ദേഹം അംഗീകരിച്ചു, അപ്പം തന്നെ എടുത്ത് കേസ് എടുത്തു. അപ്പം തന്നെ ഒരു ശുപാർശ ഇല്ലല്ല, ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന. അത് കൊള്ളാം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി എനിക്ക് വലിയ റെസ്പെക്റ്റും ഉണ്ട്. ആൻഡ് അങ്ങനെ ലൈസൻസ് കിട്ടി. 94 ലൈസൻസ് കിട്ടി. 95 ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു മുംബൈയിൽ. പിന്നെ 95 വേറൊരു ടെൻഡർ വന്നു. അങ്ങനെ വേറെ കേരള, അതിൻ്റെ ലൈസൻസ് എല്ലാം കിട്ടി. അതുകൊണ്ട് അങ്ങനെ പോയി. പെട്ടെന്ന് അതങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഞാനായിരുന്നു ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കമ്പനി. ഈ എയർടെല്ലെല്ലാം അന്ന് ഒരു ലൈസൻസ്, ഒരു സിറ്റി ഡൽഹി റീജിയൻ അനുസരിച്ച് എനിക്ക് 5 ലൈസൻസസ് ഉണ്ടായിരുന്നു. 5 സിറ്റി. അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര ഒരു റിസ്കി, ചാലഞ്ചിങ് ഇതായിരുന്നു. റോഡ് കട്ട് ചെയ്യുന്ന പെർമിഷൻ എവിടെ നിന്ന് കിട്ടുന്നു, ഈ റൂഫ് ടോപ്പിൽ ഈ ആൻറ്റിന ഇടുന്ന പെർമിഷൻ ഏത് പഞ്ചായത്തിനാണ് അതിൻ്റെ റൂൾ അറിയില്ല, അതിനുണ്ടായിരുന്നില്ല. എൻ്റെ മുമ്പ് അമേരിക്കൻ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്തു. അതൊരു ഡിറ്റർമിനേഷൻ, ഒരു സെൽഫ് കോൺഫിഡൻസ്. എൻ്റെ വയസ്സ് അന്ന് 27 26 ആയിരുന്നു. അപ്പോൾ ഈ 27 28 ആകുമ്പോൾ ഒരു ഇൻവിൻസിബിലിറ്റീൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. യു വിൽ നോട്ട് ഫെയിൽ ഇഫ് യു വർക്ക്. അങ്ങനെ ഒരു നടന്നു. ബട്ട് അത് നന്നായി ഗ്രോ ചെയ്തു. എന്നിട്ട് ഫാദർ ഇൻ ലോയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫാദർ ഇൻ ലോ ഷെയർ ഹോൾഡർ ആയിരുന്നു. പിന്നെ ഒരു 97 98 ഒരു ഡിസ്പ്യൂട്ട് എല്ലാം വന്നു. ഇത് ബിസിനസ് ഫാമിലീസ് ഒരു നോർമലായിട്ട് നടക്കുന്ന. എൻ്റെ ഒരു ഫിലോസഫി ഒന്നായിരുന്നു,
അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വേറൊരു ഫിലോസഫി ആയിരുന്നു. അദ്ദേഹം ഒരു ഗ്രൂപ്പായിരുന്നു, കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ്. ഞാനൊരു വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനി ആയിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഡിസ്പ്യൂട്ട് നടന്നു, കുറച്ചൊരു മെസ്സി ആയിരുന്നു, പബ്ലിക്കിൽ വന്നു. അത് അൺഫോർച്ചുനേറ്റ് ആണ്. ബട്ട് ഇതെല്ലാം ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചിട്ട്. ബട്ട് ഞാൻ അദ്ദേഹത്തിന് ഡിസ്റെസ്പെക്റ്റോ എൻ്റെ ഫാമിലിയിൽ അത് കൊണ്ടുവരുന്നോ അതൊന്നും ചെയ്തില്ല. ഐ മാനേജ്ഡ് ഇറ്റ്. ആൻഡ് ഇത് എന്നോട് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും, ഇത് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് എ എക്സ്പീരിയൻസ് എനിബഡി ലുക്സ് ഫോർവേഡ് ടു. അത് ആർക്കും ഇഷ്ടമല്ല എക്സ്പീരിയൻസ് അല്ല. ബട്ട് ഇറ്റ് കംസ് ഇൻ യുവർ ലൈഫ് ആൻഡ് യു ഡീൽ വിത്ത് ഇറ്റ്. പിന്നെ ഇത് വിൽക്കാൻ തീരുമാനിക്കാൻ കാര്യം എന്താണ്? ഞാൻ ഇതിൽ വേറൊരു കഥയുണ്ട്. 2001-2 ഒരു വലിയൊരു കമ്പനി, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി, ഈ സെല്ലുലറിന് സക്സസ് കണ്ടിട്ട് അവർ ഇതിൽ ഒരു ബാക്ക് ഡോർ എൻട്രി ചെയ്യാൻ നോക്കി. റിലയൻസ് 2-3 വേറെ കമ്പനീസ്, അവർ ഈ ലൈസൻസ് ഫീസ് ഇല്ലാണ്ട് അതേ സെല്ലുലർ ലൈസൻസ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവരൊന്ന് ബാക്ക് ഡോർ എൻട്രി ട്രൈ ചെയ്തു. അതിന് നിലവിലുള്ള ലൈസൻസ് വാങ്ങാനല്ല, അവർ ഒരു വാങ്ങാണ്ട് ഒരു ക്യാപ്ചർ ചെയ്യാൻ നോക്കി. അപ്പോൾ അത് ഞാനൊരു കുറച്ചൊരു ഫയർ ബ്രാൻഡ് ആയിരുന്നു, ഞാൻ ഇൻഡസ്ട്രീൻ്റെ ലീഡറും ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഭയങ്കര ഫൈറ്റ് ചെയ്തു, ചാലഞ്ച് ചെയ്തു. കോർട്ട് പോയി, ട്രിബ്യൂണലിൽ പോയി, പിന്നെ സുപ്രീം കോർട്ടിൽ പോയി, പിന്നെ മടങ്ങി ട്രിബ്യൂണലിൽ വന്നു, പിന്നെ മടങ്ങി സുപ്രീം കോർട്ടിൽ പോയി. അതൊരു 2.5-3 കൊല്ലം ഭയങ്കര ഫൈറ്റായിരുന്നു. അത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയിച്ചത് ഫൈനലി. ബട്ട് അത് ജയിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു കുറച്ചൊരു എന്താ പറയുക, ഡിസില്യൂഷൻമെൻ്റ് ഉണ്ടായി. ഒരു ഹാർമണിയുടെ പ്രശ്നം ഉണ്ടായില്ല. ഹാർമണി അല്ല, നമ്മളുടെ കൺട്രിയിൽ ഇങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഒരു ബാക്ക് ഡോർ എൻട്രിയിൽ കുറച്ച് പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിൽ അന്ന് വന്ന് ഷോർട്ട് കട്ട് ചെയ്ത് അത് എംപിമാരെ മേടിച്ച കഥ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അപ്പോഴും ഉണ്ടെന്ന് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മതി, ഈ ടെലികോമിൽ മതി. പിന്നെ 2004 വേറൊരു സിറ്റുവേഷൻ നടന്നത്, ഈ UPA ഗവൺമെൻറ് വന്നു. UPA ഗവൺമെൻറ് വന്ന് ഞാൻ ഈ വിൽക്കാം ഡിസൈഡ് ചെയ്യുന്ന അന്ന് CNBC ആരും വന്ന് എന്നോട് ചോദിച്ചു, എന്തിനാ, വൈ ആർ യു സെല്ലിങ് ഇറ്റ്? അന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇനി ചാലഞ്ചസ് ഡൽഹി പോയിട്ട് ഫ്രീ സ്പെക്ട്രമിനെ ലോബി ചെയ്യുന്നതും അവിടെ പോയി മിനിസ്റ്ററിൻ്റെ കൂടെ മസ്ക ചെയ്യാൻ, ബട്ടർ ചെയ്യാൻ ആണ് ലെഫ്റ്റ് ചാലഞ്ചസ്. ആ ചാലഞ്ചസ് എനിക്ക് ആ കേപ്പബിലിറ്റി ഇല്ല. എനിക്കത് ചെയ്യാനൊരു താല്പര്യമില്ല, എനിക്ക് അതിൻ്റെ ഒരു ടാലൻറ്റും ഇല്ല. അതുകൊണ്ടാണ് മെയിൻ റീസൺ ഐ എം എക്സിറ്റിംഗ് ടെലികോം ഇസ് ദിസ്. ഞാൻ അന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. നന്നായി. പിന്നീട് അഴിമതി അതാ ഞാൻ. അപ്പോൾ എന്നോട് ഇവരെല്ലാവരും അന്ന് 2004-5 ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നു, നിങ്ങൾ കമ്പനി $multi-billion ആവും, $1 billion ഇന്ന്, ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അതൊരു 10 ഇരട്ടിയാവും. ഞാൻ അന്ന് പറഞ്ഞ, എനിക്ക് 10 കൊല്ലത്തിൽ ടെലികോമിൽ ചെയ്തത് എനിക്കൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഞാൻ സുക്രാമിനെയും കണ്ടിട്ടുണ്ട്, രാജേഷ് പൈലറ്റിനെയും കണ്ടിട്ടുണ്ട്. സുക്രാമിനെ ഞാൻ നെറ്റ്വർക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് റെഡിയായത്തോണം അദ്ദേഹം എനിക്ക് പെർമിഷൻ തന്നില്ല. 3 പ്രാവശ്യം എന്നെ വീട്ടിൽ വിളിച്ച്, ഞാനിങ്ങനെ വീട്ടിൽ പോയി പ്രസൻറ്റേഷനെല്ലാം ചെയ്ത് ഞാൻ വൈഫിനെ വിളിച്ച് പറയും, നോക്കൂ മിനിസ്റ്റർ എന്നെ വിളിച്ചു, മിനിസ്റ്ററിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വീട്ടിൽ വിളിച്ചത്. ഞാൻ ഇങ്ങനെ പ്രസൻറ്റേഷൻ കൊടുക്കും, ആളൊന്നും പറയില്ല, ഞാൻ വീട്ടിൽ പോകും. 3-ാമത്തെ പ്രാവശ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, ആപ്കെ ഘർ മേ കോയി ബുസുർഗ് നെയ് ഹെ, ഹിന്ദിയിൽ. അതിൻ്റെ മീനിങ്, നിങ്ങളെ വീട്ടിൽ വയസ്സായ ആൾ ആരുമില്ലേ എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? അയാൾക്ക് വേണ്ടത് കാശ്. ഞാൻ അവിടെ പോയി പ്രസന്റേഷൻ കൊടുക്കുന്നു, എൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇത് ക്വാളിറ്റിയാണ്, അതാണ് ക്വാളിറ്റി, മോഡേൺ ആണ്, ഇതൊന്നും ആവശ്യമില്ല. ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ഞാൻ ഇപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഹിന്ദിയിൽ പറഞ്ഞു. എനിക്ക് ഇപ്പോൾ ഓർമ്മ, അതൊരു പുസ്തകത്തിൽ ആരോ എഴുതിയിട്ടുണ്ട്, ആപ്കെ ഘർ മേ കോയി ബുസുർഗ് നെയ്, നിങ്ങൾ വീട്ടിൽ മനസ്സിലാവുന്ന ആൾക്കാരൊന്നുമില്ലേ എന്ന്. ഇതെല്ലാം ഞാൻ കണ്ടതല്ല. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത് 2004-5 ഡയറക്റ്റ് ചോദിച്ചില്ല, അല്ല ഇങ്ങനെ ചോദിച്ചു, മനസ്സിലായി. എന്നിട്ട് ഞാൻ അങ്ങനെ പോയി. എന്നിട്ട് ഞാനാണ് ആക്ച്വലി മുംബൈയിൽ ഫസ്റ്റ് റെഡി. അത് വി വർ റെഡി ഓൺ August 15th, ഇൻഡിപെൻഡൻസ് ഡേ, August 15th, 1995. അദ്ദേഹം അത് ഡിലേ ചെയ്ത് October 2nd ഞാൻ ലോഞ്ച് ചെയ്തത്, ഗാന്ധി ജയന്തിയിൽ. അതിൻ്റെ മുമ്പ് ഈ BK മോദി, അയാളുടെ ഫേവറേറ്റ് നെറ്റ്വർക്ക് ആയിരുന്നു, അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു.
ഒരാൾക്ക് പെർമിഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് അതപ്പോൾ ഞാൻ സെക്കൻഡ് തേർഡ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചു, വിറ്റു. എന്നിട്ട് ഞാൻ എനിക്കത് 1 ബില്യൺ 1.1 അത് ആദ്യത്തെ യൂണിക്കോൺ ആയിരുന്നു. ഈ ഇന്നത്തെ മേഖലയിൽ യൂണിക്കോൺ എന്ന് പറഞ്ഞ വലിയ സാധനമില്ലേ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ആദ്യം യൂണിക്കോൺ ആയിരുന്നു ടെക്നോളജിയിൽ. അപ്പോൾ ഈ ജീവനക്കാരൊക്കെ സഹിതമാണ് നമ്മളിങ്ങനെ വിൽക്കുമ്പോൾ അല്ല, അതൊരു ഗോയിങ് കൺസേൺ ആയിട്ടാണല്ലോ വിൽക്കുന്നത്, അടച്ചിട്ട് പൂട്ടിയിട്ടല്ല. കണ്ടിന്യൂ. അതൊരു കണ്ടീഷൻ ആയിരുന്നു, ആരെയും പിരിച്ചുവിടാൻ പാടില്ല. അതൊരു കണ്ടീഷൻ ആയിരുന്നു ഞങ്ങളുടെ സെയിൽ അഗ്രിമെന്റിൽ. ആരെയും പിരിച്ചുവിടാൻ പാടില്ല, എല്ലാവരും അബ്സോർബ് ചെയ്യണം. റീബ്രാൻഡിങ് 1 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് VPL മൊബൈലിൻ്റെ പേര് മാറ്റിയിട്ട് ഹച്ചിസൺ ആക്കണം. അതെല്ലാം ഒരു കണ്ടീഷനായിട്ട് എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു. പിന്നെന്താണ് അത്തരം പരീക്ഷണങ്ങൾക്ക് പോവാതെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറാൻ കാര്യം എന്താണ്? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ബിസിനസ് ചെയ്യേണ്ട. ബിക്കോസ് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇഷ്യൂവാണ്, റിസ്കി ഇഷ്യൂവാണ്. അതൊരു മോറൽ ഹാസർഡ് ഉണ്ടോ ഒന്ന്, അത് കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഫെയിൽ ആവണം. അങ്ങനെ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ബിസിനസ് ചെയ്യേണ്ട, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. എന്നിട്ട് ഐ ഹാഡ് പുട്ട് ഓൺ ലോട്ട് ഓഫ് വെയിറ്റ്. ഒരു 4 കൊല്ലത്തിൻ്റെ ആ ടെൻഷനും സ്ട്രെസ്സും ഫൈറ്റിൻ്റെ കാരണം ഞാനൊരു 6 മാസം അത് ഒന്നും ചെയ്യേണ്ട, ഞാൻ വീട്ടിലിരുന്ന് എക്സസൈസും ഫിറ്റ്നസ് എല്ലാം ചെയ്യുമ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ എന്തോ കഴിച്ച് ഏഷ്യാനെറ്റിൽ പിക്ചർ എന്തോ കാണുമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു, ഞാൻ ദേവഗൗഡനെ കാണാൻ പോവാണ്, വരണമെന്ന്. ഞാൻ പറഞ്ഞു, ഇതാരാ ദേവഗൗഡ? ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് മീറ്റ് ചെയ്തിട്ട് വന്നോളൂ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വന്നോളൂ. ഞാൻ അങ്ങനെ പോയി. അതൊരു ഫേറ്റ്. അവിടെ പോയി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തപ്പോൾ ദേവഗൗഡ എൻ്റെ മുഖം നോക്കി പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോൾ മൊബൈലെല്ലാം വിറ്റ് ഞാൻ ഫ്യൂച്ചറിനെ പറ്റി വിചാരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയല്ല. അദ്ദേഹത്തിൻ്റെ മകൻ BJPന്റെ കൂടെ ഗവൺമെന്റ് ഫോം ചെയ്ത ടൈം 2006 കുമാരസ്വാമി. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു, സുഖമല്ലാണ്ട്. എന്നോട് മുഖത്തോട് ഹാവ് യു തോട്ട് ഓഫ് പോളിറ്റിക്സ് ആസ് എ കരിയർ? ഞാനില്ല, ഞാൻ പൊളിറ്റീഷ്യൻസിനെ ഫൈറ്റ് ചെയ്യാൻ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, പോളിറ്റിക്സ് ചെയ്യാനൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളല്ല, കർണാടകയിൽ ഒരു 4ാമത്തെ സീറ്റ് ഉണ്ട്, അത് ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെ ഇതെല്ലാം ഒരു ഉച്ചയ്ക്ക് മീറ്റിങ്ങില്ല, 3 o'clock to 5 o'clock മീറ്റിംഗ്. BJP സപ്പോർട്ട് ചെയ്താൽ ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യട്ടെ. ഞാൻ BJPയുടെ ബന്ധമൊന്നുമില്ല അപ്പോൾ? അല്ല, അവർ JDSും BJP അങ്ങേക്ക് ബന്ധമൊന്നുമില്ല? ഉണ്ട്. ഞാൻ അനന്ത് കുമാർ ജി അവിടുത്തെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, യെദ്യൂരപ്പ ജി കർണാടക, അവർ അടുപ്പ് പിന്നെ പിന്നെ ഭയങ്കര ക്ലോസും ആയിരുന്നു. ഞാൻ അവിടുന്ന് പോളിറ്റിക്സ് പഠിക്കുക, അവർ എൻ്റെ അടുത്ത് നിന്ന് കോർപ്പറേറ്റ് ലൈഫിനെ പറ്റി ഇങ്ങനെ ഡിസ്കഷൻ, അങ്ങനെ ഒരു ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരുന്നു. അപ്പോഴൊരു BJP താല്പര്യം ഉണ്ടായിരുന്നു? 100%. അതിന് എൻ്റെ ഇപ്പോൾ പട്ടാമ്പിയിൽ എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു, എൻ്റെ മദറിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര RSSന്റെ ഒരു ഗ്രെയിന്, അങ്ങനെ ഒരു കേരളത്തിൽ വന്നിട്ട് അങ്ങനെ ഒരു സ്ട്രോങ് ത്രെഡ് ആയിട്ടില്ല, ഒരു ജനറൽ. ഈ ഫാദറിലും ഒക്കെ വലിയ ഇടതുപക്ഷത്തോട് ചേർന്നിരുന്നാണ്, പക്ഷെ അതൊന്നുമില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു അവയർനെസ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ജനറൽ അവയർനെസ്. പിന്നെ ഇവർ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ അനന്ത് കുമാർജിയുടെ വീട്ടിൽ പോയി, ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ടുണ്ട്, എന്താ താങ്കളുടെ ഫീലിംഗ്? ഞാൻ ഡ്യൂറിങ് മൈ ഓൺട്രപ്രണർഷിപ്പ് ഞാൻ അടൽ ബിഹാരി വാജ്പേയും അഡ്വാനിജിൻ്റെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അടൽജി എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്നെ വൺ ഓഫ് ദ യങ്ങസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഇൻഡസ്ട്രി ട്രേഡ് കൗൺസിലാക്കി അപ്പോയിൻറ്റ് ചെയ്തത് 2001. അപ്പോൾ അനന്ത് കുമാർജി പറഞ്ഞു, ഇത് നല്ല ഐഡിയ ആണ്, ഒന്ന് ഡൽഹി പോയിട്ട് അഡ്വാനിജിയോട് പറഞ്ഞു വർത്താനം പറയൂ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ട് പോയി, രാഷ്ട്രീയത്തിൽ പോവാ. അതിങ്ങനെ ഒരു ഫ്ലൂക്കായിട്ട്. എന്നിട്ട് അവിടെ എത്തി അഡ്വാനിയോട് ചോദിച്ചു, എനിക്ക് MP ആയ അല്ലല്ല, എന്താ അഡ്വൈസ്? ഞാൻ അങ്ങനെ MP വേണം അതൊന്നും പറഞ്ഞില്ലേ, എന്താ അഡ്വൈസ്? ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, യു ഷുഡ് ഡു ഇറ്റ്, യു ഷുഡ് ട്രൈ ഇറ്റ്. അതാണ് ഞാൻ വിചാരിച്ചു, ഒരു ടേമിന് ഞാൻ പഠിക്കാം, നോക്കാം എന്താണ് സാധനം പോളിറ്റിക്സ്.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സ്വേറിംഗ് ഇൻ സെറമണിയിൽ എൻ്റെ റൂമിൽ ബൃന്ദ കറാട്ടും മാർഗരറ്റ് ആൽബം തൊട്ടടുത്ത് ഇരുന്ന് ലൗഡ്ലി ഭയങ്കര ഒച്ച മീൻസ് അവർ വിസ്പർ ചെയ്യായിരുന്നു. അവർക്ക് വിചാരം എനിക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് ഐ കുഡ് ഹിയർ ഇറ്റ്. ഓ ഒരു ബിസിനസ് മാനും കൂടി വന്നു രാജ്യസഭയിൽ, അങ്ങനെ ഒരു മോക്കിംഗ്. മനസ്സിലായി. അന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ കാണിച്ചു കൊടുക്കാൻ ഇത് എൻ്റെ ഒരു എപ്പോഴും എൻ്റെ ഹിസ്റ്ററിയിൽ എല്ലാവരും എന്നെ അണ്ടർ റേറ്റ് ചെയ്യും, ഞാൻ എല്ലാവരും സർപ്രൈസ് ചെയ്യുന്നു. അതൊരു ഹിസ്റ്ററിയാണ്. അത് മൊബൈലിലും അങ്ങനെ ആയിരുന്നു, അതിൽ ചിപ്പ് ഡിസൈനിലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഇന്ന് തൊട്ടിട്ട് ഞാനങ്ങ് ശരിക്കും ഇത് പഠിക്കും, ഇത് ശരിക്കും ഇത് ചെയ്യും. അപ്പോൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽ തുടങ്ങിയിരുന്നു. അത് തുടങ്ങി. അത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അവിടെ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യും. അതിൽ എനിക്കൊരു റോളോ അങ്ങനെ അത്രേ ഉള്ളൂ. എൻ്റെ ഞാൻ ഉണ്ടാക്കിയ കാശ് അവർ ഇൻവെസ്റ്റ് ചെയ്യും. കാശ് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് അവർ 1% വെച്ച് വെക്കും. പ്രോഫിറ്റ് എനിക്ക് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഉറപ്പാക്കണം. അതിനുള്ള എഫിഷ്യൻസി ഉള്ളവരെ നമ്മൾ എടുത്തിരിക്കും. അതെ, അവർക്കൊരു ഇൻസെന്റീവ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഇൻസെന്റീവ് ഉണ്ട്. അവർ ഡിസ്ഇൻസെന്റീവ്, ഫെയിലിയറിന്റെ ഡിസ്ഇൻസെന്റീവ് ഉണ്ട്. ഏത് മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ അത് ആദ്യം തന്നെ ടെക്നോളജിയിലായിരുന്നു. ടെക്നോളജി അതിൽ ഞാൻ ഈ ഏഷ്യാനെറ്റ് മാത്രം ഒരു ഫ്ലൂക്കായിട്ട് വന്ന ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് എടുത്തായിരിക്കും ലാഭം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതെ, അത് എനിക്ക് എന്റർടൈൻമെന്റും പിക്ചേഴ്സും അതിൽ എനിക്ക് ഭയങ്കര റീജിയണൽ എന്റർടൈൻമെന്റ് പിക്ചറിലും ഞാൻ അന്ന് തന്നെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ടെക്നോളജിയിലായിരുന്നു. IT കമ്പനികളും ടെക്നോളജി, പിന്നെ എന്റർടൈൻമെന്റ്, മീഡിയ ടെക് എന്ന് പറയും, മീഡിയ എന്റർടൈൻമെന്റ്, ഡിജിറ്റൽ എന്റർടൈൻമെന്റ്, പിന്നെ വേറെ ഇൻവെസ്റ്റ്മെന്റ്സ്, സസ്റ്റൈനബിൾ എനർജി, ഹോസ്പിറ്റാലിറ്റി. പക്ഷെ അതിലൊക്കെ എക്സ്പേർട്ടുകളാണ് നമ്മുടെ ഇല്ല. എന്നാൽ എൻ്റെ അങ്ങനെ ഒരു ആക്റ്റീവ് റോളോ ഒന്നുമില്ല. സോ അത് ഇഷ്ടംപോലെ സമയമുണ്ട് രാഷ്ട്രീയത്തിൽ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതായത് BPLന്റെ ലാഭം സേഫ് ആയിട്ട് ഇട്ടു. അതെ. അപ്പോൾ അത് വേറെ ആരും പ്രൊഫഷണൽസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ പബ്ലിക് ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ. ഒരു ഇലക്ഷനിൽ മത്സരിക്കും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ നേരത്തെ. അങ്ങനെ പെട്ടെന്ന് ആ ഒരു വളരെ ആക്റ്റീവായ ഇലക്ഷനിലേക്ക് വരുന്നു. എന്താണ് ഇപ്പം ഇങ്ങനൊരു തീരുമാനവും? ന്യൂസൊക്കെ വാങ്ങാൻ തോന്നുന്നു, കാരണം അത് അത്ര ലാഭകരമെന്ന് തോന്നാൻ പറ്റത്തില്ലായിരുന്നു. അല്ല, അത് അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാ വെച്ചാൽ ഏഷ്യാനെറ്റ് മോദിജിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അദ്ദേഹം മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ സംസാരിക്കാറും നമുക്ക് ആവശ്യമുള്ളപ്പോൾ. അല്ല, മോദിജി ഒരു ഞാൻ BJP മിനിസ്റ്ററാണ്, അതുകൊണ്ടല്ല പറയുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ടെക്നോളജീനെ പറ്റി അദ്ദേഹത്തിന് ഒരു വലിയ ഡീപ്പ് നോളജ്, വിഷൻ, ബ്രോഡ് നോളജും ഉണ്ട്, ഒരു ഡീപ്പ് വിഷനും ഉണ്ട്. ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. നമ്മൾ കേരളം മാതിരി ഒരു ഗ്രോത്തും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ബട്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണം എന്നൊരു വിചാരം. അങ്ങ് MP ആക്കി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അങ്ങ് എന്ത് ചെയ്യും തിരുവനന്തപുരത്തിന്? ഞാൻ വെരി ക്ലിയർ